ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചക്കക്കുരു മാങ്ങ എങ്ങനെ കറി വെക്കാമെന്ന്. അതിനായിട്ട് ചക്കക്കുരു, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മാങ്ങ കൂടി ഇടണം. പുളിയില്ല മാങ്ങ ആണെങ്കിൽ കുറച്ചേ വേണ്ടൂ, പുളിയില്ലാത്തതാണെങ്കിൽ പുളി നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിടണം. എന്നിട്ട് ഇത് നമുക്ക് വേവിക്കാം. നമ്മളെ ചക്കക്കുരുവും മാങ്ങയും നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം. അത് രണ്ടും കൂടി ഉടക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ചക്കക്കുരു ഇങ്ങനെ ചെറുതായിട്ട് ഉടച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങയും ജീരകവും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും ജീരകവും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചക്കക്കുരു ഇങ്ങനെ ഉടക്കുന്നത് അതിനൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് അരപ്പ് ചേർത്തിട്ടുണ്ട്. ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി നമുക്ക് അതിൽ ചേർക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചക്കക്കുരുവും മാങ്ങയും പച്ചമുളകും കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വേവിക്കൽ. എന്നിട്ടാകുമ്പോൾ അത് നല്ലോണം വെന്തിട്ടാകുമ്പോൾ ഒന്ന് ഉടക്കുക. ഉടച്ചതിന് ശേഷം ഈ അരപ്പ് ചേർക്കുക. ഇനി നമുക്ക് എന്നിട്ട് കടുക് പൊട്ടിക്കാം. നല്ല ടേസ്റ്റാണ് ചക്കക്കുരുവും മാങ്ങയും കറി. നമ്മളിപ്പോൾ ചക്കക്കുരു തോരൻ, ചക്കക്കുരു മെഴുക്കുവരട്ടി അങ്ങനെ ആക്കുന്നതിൽ ഒരു വെറൈറ്റി കറി കൂടിയാണ് ചക്കക്കുരു മാങ്ങയും. നമ്മുടെ ചക്കക്കുരു മാങ്ങ നല്ല തിളച്ച് നല്ല ഇതിലായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചക്കക്കുരു മാങ്ങ വെറൈറ്റി ആക്കുന്നവർ വേറെ രീതിയിൽ, എൻ്റെ രീതിയിലല്ല വേറെ രീതിയിലാക്കുന്നവർക്ക് കമൻറ്റ് ഇടാം കേട്ടോ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതിലേക്ക് നമുക്കിനി കടുക് പൊട്ടിക്കണം. എന്നിട്ട് ഒരു ചെറിയ പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചെറിയ ഉള്ളിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കടുക് മാത്രം പൊട്ടിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കടുക് കൂടി ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയിട്ടാകുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഈ ചക്കക്കുരു മാങ്ങയും ചോറും മത്തി പൊരിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും മീൻ പൊരിച്ചതോ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചൂട് ചോറും ചക്കക്കുരു മാങ്ങയും ഒരു മീനിൻ്റെ കഷ്ണം ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് ഉണക്ക മീനായാലും പച്ച മീനായാലും അതും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, നല്ല കോമ്പിനേഷൻ ആയിരിക്കും. എൻ്റെ കടുക് പൊട്ടുന്നുണ്ട്. ഞാൻ ആ കടുക് പൊട്ടിയത് ഇതിലേക്ക് ഒഴിച്ചു. ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു. നമ്മളെ ചക്കക്കുരു മാങ്ങ റെഡി ആയിട്ടുണ്ട്.